ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷ് ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇംഗ്ലീഷിലെ സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിലെ നമ്മുടെ നാലാമത്തെ യൂണിറ്റിന്റെ പേരെന്താ? ബ്ലൂംസ് ആൻഡ് ബ്രീസ്. അപ്പൊ എല്ലാ കൂട്ടുകാരും ബ്ലൂംസ് ആൻഡ് ബ്രീസിന്റെ റീഡിംഗ് വീഡിയോ കണ്ടു കാണുമെന്ന് കരുതുന്നു. റീഡിംഗ് വീഡിയോയും അതേപോലെ ആക്ടിവിറ്റീസിന്റെ ഫസ്റ്റത്തെ ക്ലാസ്സിന്റെ വീഡിയോയും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ നിങ്ങൾ തീർച്ചയായും കാണുക. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാലാമത്തെ യൂണിറ്റിന്റെ ആക്ടിവിറ്റീസ്, നമ്മുടെ ബാക്കിയുള്ള ആക്ടിവിറ്റീസിന്റെ രണ്ടാമത്തെ പാർട്ടിന്റെ ക്ലാസ് ആണ്. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? യൂണിറ്റ് 4 ബ്ലൂംസ് ആൻഡ് ബ്രീസ്. അപ്പൊ ഇതാണ് നമ്മുടെ ആക്ടിവിറ്റി 11 എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കി ആക്ടിവിറ്റി 1 തൊട്ട് 10 വരെയുള്ള ആക്ടിവിറ്റീസ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് ക്ലാസ്സിലുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആക്ടിവിറ്റി 11 നമുക്ക് നോക്കാം. എന്താ ആക്ടിവിറ്റി 11? റീഡ് ദി സെന്റൻസസ് ഗിവൺ ബിലോ, നോട്ട് ദി വേർഡ്സ് അണ്ടർലൈൻ. അപ്പൊ ഇവിടെ നോക്കൂ, ചില വേർഡ്സ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ അത്ര ക്ലിയർ അല്ല, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്താ അണ്ടർലൈൻ ചെയ്യുന്ന വേർഡ്സ് നമുക്ക് നോക്കാം. വി കാൺട്ട് ഹെൽപ്പ് യു ബട്ട് ദ വിസാർഡ് ഓഫ് ഓസ് ക്യാൻ ഹെൽപ്പ് യു. ഇവിടെ നോക്കൂ, ഏതൊക്കെ വേർഡ്സ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്? കാണ്ടും ക്യാനും അല്ലേ? അപ്പൊ എന്താണ് വി കാൺട്ട് ഹെൽപ്പ് യു? ആരാണ് അങ്ങനെ പറയുന്നത്? അതെ, മഞ്ച്കിൻസ് പറയണത് അല്ലെ? മഞ്ച്കിൻസ് ആണ് എന്താണ് വി കാൺ ഹെൽപ്പ് യു എന്ന് പറയുന്നത്. ആരോടാ? ഡൊറോത്തിയോട് പറയാണ് അല്ലെ? ഡൊറോത്തി സഹായിക്കണം, തിരിച്ച് വില്ലേജിലോട്ട് പോവാൻ ഹെൽപ്പ് ചെയ്യണം പറഞ്ഞപ്പോ വി കാൺ ഹെൽപ്പ് യു. പക്ഷേ വിസാർഡ് ഓഫ് ഓസിലെ വിസാർഡിന് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞത് ആരാ? മഞ്ച്കിനാണ്. അപ്പൊ അതാണ് ഇവിടുത്തെ സെന്റൻസ്. വി കാൺ ഹെൽപ്പ് യു എന്ന് പറഞ്ഞാൽ കാണ്ട് എന്ന് ഉപയോഗിക്കുന്നത് എന്താണ്? നമ്മൾ കഴിയില്ല എന്ന് പറയുമ്പോഴാണ് കാണ്ട് എന്ന് പറയുന്നത് അല്ലെ? ബട്ട് ദ വിസാർഡ് ഓഫ് ഓസ് ക്യാൻ. ഇവിടെ നോക്കൂ, ക്യാൻ ആണ്. ഇവിടെ കാൺ, ഇവിടെ ക്യാൻ. ക്യാൻ എന്ന് വെച്ചാൽ എന്താ? കഴിയും, സാധിക്കും എന്ന് പറയണം. ബട്ട് ദ വിസാർഡ് ഓഫ് ഓസ് ക്യാൻ ഹെൽപ്പ് യു. അതേപോലെ അടുത്ത സെന്റൻസ് നോക്കൂ. നെക്സ്റ്റ് സെന്റൻസ് എന്താ? we can do many things but there are many things that we can't do. ഇപ്പൊ എന്താ ഇവിടെ പറയുന്നത്? ക്യാനും അതേപോലെ കാണ്ടും. we can do many things വെച്ചാൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. but there are many things that we can't do. അതേപോലെ നമുക്ക് ചെയ്യാൻ സാധിക്കാത്തതായിട്ടും കുറെ കാര്യങ്ങൾ ഉണ്ട് അല്ലെ? അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മളിവിടെ 11ാമത്തെ ആക്ടിവിറ്റി ചെയ്യാൻ പോകുന്നത്. റൈറ്റ് വാട്ട് യു ക്യാൻ ഡു ആൻഡ് യു cannot do. എന്താ ചെയ്യാൻ പറയുന്നത്? നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതും സാധിക്കാത്തതുമായ കാര്യങ്ങളാണ് എഴുതാൻ പറയുന്നത്. ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പിക്ചർ റിലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എഴുതാണെങ്കിൽ. ഇവിടെ ഒന്ന് എഴുതിയിട്ടുണ്ട്. ഒരു കുട്ടി കണ്ടോ സൈക്കിളിൽ ഇരിക്കുന്നത്. അപ്പൊ അതുപോലെ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഐ ക്യാൻ റൈഡ് അല്ലെ? സൈക്കിൾ ഓടിക്കാൻ കഴിയും. അപ്പൊ ഐ ക്യാൻ സാധിക്കുമെങ്കിൽ എന്ത് ചെയ്യും? ക്യാൻ എന്ന് പറഞ്ഞിട്ടാണ് എഴുതേണ്ടത്. ഐ ക്യാൻ റൈഡ്. ഓക്കെ, സാധിക്കില്ലെങ്കിൽ നമ്മൾ എന്താ എഴുതുക? ഐ കാണ്ട് എന്ന് വരും അല്ലേ? അപ്പൊ ഇവിടെ ഐ ക്യാൻ റൈഡ് ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ നോക്കൂ, പറക്കുകയാണ്. ഈ കുട്ടി എന്താ ചെയ്യുന്നത്? പറക്കുകയാണ്. സാധിക്കുവോ? പറക്കാൻ സാധിക്കുവോ? ഇല്ല അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ എന്ത് എഴുതണം? ഐ കാണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതണം. ഐ കാണ്ട് ഫ്ലൈ. ഓക്കെ, ഐ കാണ്ട്. അടുത്തത് എന്ത് വരും? ഐ കാൺ സ്കേറ്റ്. സ്കേറ്റിന് അറിയുമെങ്കിൽ എന്ത് എഴുതാം? ഐ ക്യാൻ സ്കേറ്റ്. അടുത്തത് ഐ ക്യാൻ റൺ. I can arrange blocks. അടുത്തത് I can climb. സാധിക്കില്ല എങ്കിൽ നമ്മൾ എന്തെഴുതും? I can't climb അല്ലെ? കഴിയില്ലെങ്കിൽ I can't എന്നും കഴിയുമെങ്കിൽ I can എന്നും ചേർത്തിട്ട് വേണം എഴുതണമെങ്കിൽ. അടുത്തത് നെക്സ്റ്റ് ആക്ടിവിറ്റി 12. Here is Dorothy's diary entry. അപ്പൊ നമ്മുടെ ഡൊറോത്തിയുടെ ഡയറി ആണ് ഇവിടെ. നമ്മുടെ ഡൊറോത്തിയുടെ ഒരു ദിവസത്തെ ഡയറി ആണ്. May 20 ട്യൂസ്ഡേ ഡയറി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് റീഡ് ചെയ്ത് നോക്കാം. അപ്പൊ ഏത് ഇയറാ? 1800 അല്ലെ? അപ്പൊ നമ്മുടെ വർഷം ഏതാണ്? ഈ വർഷം എത്രാമത്തെ വർഷം? 2024 കേട്ടോ. അപ്പൊ ആ വർഷമാണ് നമ്മൾ എഴുതേണ്ടത് ഡയറി എഴുതുമ്പോ. ഇവിടെ നമുക്ക് വായിക്കാം. I can't forget this day. Oh, we were so afraid. Toto and myself, I thought we were about to die. My house flew over the valleys, streets, mountains, and so on. I held Toto in my hands, closing my eyes. Suddenly, I heard a sound. Our house landed on a beautiful land. It was the land of the Munchkins. I saw some strange people there. They were very short. My house landed on a wicked witch and she died on the spot. The Munchkins became so happy they celebrated their freedom. They invited me to dance with them. But I wished to return to my village. The Wizard of Oz,
magician helped us. Toto and I reached home safely. I met my uncle and aunt. I became so relaxed and happy. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയുന്നതാണല്ലോ, നമ്മുടെ കഥയിൽ നടന്ന സംഭവങ്ങൾ തന്നെ നമ്മുടെ ഡൊറോത്തി അന്നേ ദിവസത്തെ ഡയറി, അതായത് നമ്മുടെ മഞ്ജിക്കിന്റെ ലാൻഡ് ഓഫ് ഓസിൽ പോയതും അതിനുശേഷം എന്താണ് നമ്മുടെ മെജീഷ്യൻ അല്ലെ വിസാർഡ് ഓഫ് ഓസ് ഹെൽപ്പ് ചെയ്ത് തിരിച്ചു വന്നത് വരയ്ക്കുള്ള ആ ഡയറി, അന്നേ ദിവസത്തെ ഡയറിയാണ് നമ്മുടെ ഡൊറോത്തി എഴുതിയിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാനാ പറയുന്നത് എല്ലാവർക്കും അറിയാം അല്ലെ, കഥ വായിച്ച എല്ലാവർക്കും അറിയാം, മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അന്നേ ദിവസം നടന്ന സംഭവങ്ങളൊക്കെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നൗ റൈറ്റ് യുവർ ഡയറി എൻട്രി. അപ്പൊ ഇതുപോലെ എന്ത് ചെയ്യാനാ പറയുന്നത്, നിങ്ങളുടെ ഒരു ദിവസത്തെ ഡയറിയാണ് എഴുതേണ്ടത്. ഒരു ദിവസത്തെ ഡയറി എഴുതുക. അപ്പൊ ഇവിടെ അതിനുള്ള സ്പേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്ത് ചെയ്യണം, നമുക്ക് ഡയറി എഴുതുന്ന സമയത്ത് ഡയറി എഴുതുന്ന ആൾക്കാർക്ക് അറിയാം, ഡയറി എഴുതുന്ന കൂട്ടുകാർക്ക് അറിയാം എങ്ങനെയാണ് ഡയറി എഴുതുക എന്നൊക്കെ അല്ലെ. അപ്പൊ നമുക്ക് ഡേറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഡയറിയിൽ ഓൾറെഡി ഡേറ്റ് ഒക്കെ ഉണ്ടാവും, ഇല്ലെങ്കിൽ നമ്മൾ ഡേറ്റ് ഒക്കെ എഴുതുക. നമ്മുടെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇയർ നമ്മുടെ ഇതൊക്കെ നമ്മുടെ ഡയറിയിൽ ഉണ്ടാവുന്നതായിരിക്കും. ഇതല്ലെങ്കിൽ ഇതൊക്കെ എഴുതുക. എന്നിട്ട് അന്നേ ദിവസം നടന്ന സംഭവങ്ങളാണ്, അതായത് നമ്മൾ എത്ര മണിക്ക് എഴുന്നേറ്റു, അല്ലെങ്കിൽ കുളിച്ചു, ഭക്ഷണം കഴിച്ചു, അങ്ങനത്തെ കാര്യങ്ങൾ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് നമ്മൾ ഡയറിയിൽ ഉൾപ്പെടുത്തുക. അപ്പൊ ഇവിടെ നമ്മൾ വളരെ ഷോർട്ട് ആയിട്ട് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ടുഡേ ഈസ് എ മെമ്മറബിൾ ഡേ. വി വെന്റ് ഫോർ എ പിക്നിക് ടു ഫാന്റസി പാർക്ക് ഫ്രം ദ സ്കൂൾ. We played in the rides and in the park. We had a thrilling experience in the 3D show Mirror Room and Ghost House. We really enjoyed the water games. I will never forget this day. അപ്പോൾ ഒരു കുട്ടിയുടെ ഫാന്റസി പാർക്കിൽ പോയി ഒരു ദിവസത്തെ പിക്നിക് പോയ ഒരു ഡേയിൽ ഉണ്ടായ ഒരു ഡയറിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആ ഡേ എന്തൊക്കെ സംഭവിച്ചു എന്നൊക്കെ കാര്യങ്ങൾ വളരെ ചുരുക്കിയിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു ഡയറി എൻട്രിയാണ് എഴുതേണ്ടത്. അടുത്തത് ആക്ടിവിറ്റി 13. എ ന്യൂസ് പേപ്പർ ഫ്രം ദ ലാൻഡ് ഓഫ് ദ മഞ്ച്കിൻസ് ഇസ് ഗിവൺ ഓൺ ദ നെക്സ്റ്റ് പേജ്. റീഡ് ഇറ്റ് ആൻഡ് എൻജോയ്. അപ്പൊ നമ്മുടെ മഞ്ച്കിൻസിന്റെ ലാൻഡ് ഓഫ് ദ മഞ്ച്കിൻസിന്റെ അവിടുത്തെ ന്യൂസ് പേപ്പർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ നെക്സ്റ്റ് പേജിൽ കൊടുത്തിരിക്കുന്നത് അവിടുത്തെ ന്യൂസ് പേപ്പർ ആണ്. അപ്പൊ അവിടുത്തെ ന്യൂസ് പേപ്പർ എല്ലാവർക്കും അറിയാലോ അല്ലെ. അപ്പൊ നമ്മൾ ന്യൂസ് പേപ്പറിൽ എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ നോക്കാം. അപ്പൊ മഞ്ച്കിൻസിന്റെ ആണ് അല്ലെ. ഇവിടുത്തെ ഓരോ ന്യൂസ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഓരോ ന്യൂസ് ഹെഡ്ലൈൻസ് ആണ് ഫസ്റ്റ് ഉള്ളത്. ദ വിക്കഡ് വിച്ച് ഈസ് നോ മോർ, മഞ്ച്കിൻ ലാൻഡ് സെലിബ്രേറ്റ്സ്. അപ്പൊ കണ്ടോ ഇവിടെ ആ വിക്കഡ് വിച്ച് മരിച്ച സംഭവമൊക്കെ ന്യൂസ് റിപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. അടുത്ത റിപ്പോർട്ട് എന്താണ്, ഡൊറോത്തി വിസിറ്റ് ദ വിസാർഡ് ഓഫ് ഓസ്. അപ്പോൾ നമ്മുടെ വിസാർഡ് ഓഫ് ഓസിനെ കണ്ട കാര്യം, ഡൊറോത്തി കണ്ട കാര്യം അടുത്ത റിപ്പോർട്ടായിട്ട് അടുത്ത ന്യൂസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താ ഇവിടെ പറയുന്നത്, ദ വിക്കഡ് വിച്ച് ഈസ് നോ മോർ, മഞ്ച്കിൻ ലാൻഡ് സെലിബ്രേറ്റ്സ്. ഇൻ എ ബിഗ് സർപ്രൈസ് എ ലിറ്റിൽ ഗേൾ നെയിം ഡൊറോത്തി സേവ്ഡ് ദ മഞ്ച്കിൻസ് ഫ്രം ദ വിക്കഡ് വിച്ച്. Her house was lifted in a heavy storm that broke out yesterday. It fell on the witch, killing her. The Munchkins celebrated the death of the witch. അപ്പൊ നമ്മുടെ വിക്കഡ് വിച്ച് മരിച്ച സംഭവം, അത് എങ്ങനെയാണ് മരിച്ചത് എന്നുള്ള കാര്യങ്ങളും അതുപോലെ ഡൊറോത്തിന്റെ വീടാണ് അതിന് കാരണമായതെന്നൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഡൊറോത്തി വിസിറ്റ് ദ വിസാർഡ് ഓഫ് ഓസ്. ഓസ് അത് സ്ഥലം അല്ലെ, സ്ഥലം കൊടുത്തിട്ടുണ്ട്, ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, May 21. Dorothy, the brave girl who killed the wicked witch, met the great wizard of Oz yesterday. She faced many challenges to reach the Emerald City where the wizard lived. She visited the wizard and requested him to help her reach home. അതായത് വിസാർഡിനെ നമ്മുടെ ഡൊറോത്തി മീറ്റ് ചെയ്ത കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്തത് അതുപോലെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എങ്ങനെ വരിക, അന്നേ ദിവസം നടന്ന സംഭവങ്ങളാണോ, അല്ല അല്ലെ, നമ്മൾ എസ്റ്റർഡേ തലേ ദിവസം നടന്ന സംഭവങ്ങളാണ് അടുത്ത ദിവസം ന്യൂസ് പേപ്പർ റിപ്പോർട്ടായിട്ട് വരിക. അടുത്താണ് ഇവിടെ എസ്റ്റർഡേ എന്ന് പറയുന്നത് കേട്ടോ, എസ്റ്റർഡേ. അടുത്തത് കിറ്റി ദ കാറ്റ് ഇസ് മിസ്സിംഗ്. പിന്നെ എന്തൊക്കെയായിരിക്കും പേപ്പറിൽ, ന്യൂസ് പേപ്പറിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ, ഇതുപോലെ ന്യൂസുകൾ ഉണ്ടാവും. പിന്നെ എന്തൊക്കെയാ ഉണ്ടാവുക, എന്താണ് അത് ആരെങ്കിലൊക്കെ മിസ്സായ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ, കാണാതായവരെ കുറിച്ചൊക്കെ ഉണ്ടാവില്ലേ ന്യൂസ് പേപ്പറിൽ. അപ്പൊ ഇവിടെ ഒരു പൂച്ചയെ കാണാതായ വിവരം കൊടുത്തിട്ടുണ്ട്. കിറ്റി എന്നാണ് പൂച്ചയുടെ പേര്. കിറ്റി ദ കാറ്റ് ഈസ് മിസ്സിംഗ്. കിറ്റി വെന്റ് മിസ്സിംഗ് ഫ്രം ലിറ്റിൽ മഞ്ച് പാർക്ക് ഓൺ ഫ്രൈഡേ. എപ്പോഴാണ് മിസ്സായിരിക്കുന്നത്, ഫ്രൈഡേ ആണ്. എവിടെ നിന്നാണ് കാണാതായിരിക്കുന്നത്, ലിറ്റിൽ മഞ്ച് പാർക്ക് എന്നാണ് കാണാതായിരിക്കുന്നത്. ഷീ ഈസ് എ ബ്രൗൺ കാറ്റ് വിത്ത് എ ബ്ലാക്ക് സ്പോട്ട്. കാണാൻ ആ പൂച്ചയെ കാണാൻ എങ്ങനെയാണുള്ളത്, ബ്രൗൺ കാറ്റ് ആണ്, ബ്ലാക്ക് സ്പോട്ടുകൾ ഉണ്ട്. ഷീ ഹാഡ് എ റെഡ് കോളർ ഉണ്ട് കഴുത്തില്. ഇഫ് യു ഫൈൻഡ് കിറ്റി പ്ലീസ് കോൺടാക്ട് ദ ഓണർ ലില്ലി ഓർ ഇൻഫോം ദ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ. കണ്ടോ, പൂച്ചയെ കാണാതായ വിവരമാണ് ഇവിടെ ന്യൂസ് പേപ്പറിൽ റിപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ കാർട്ടൂൺസ് ഒക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ, നമ്മുടെ ന്യൂസ് പേപ്പറിലൊക്കെ കാണാൻ കഴിയും. ഇതുപോലത്തെ കാർട്ടൂൺസ് ഒക്കെ ഉണ്ടാവും അല്ലേ. ഇവിടെ അടുത്തതായി കൊടുത്തിട്ടുണ്ട് റീഡ് എ ബുക്ക്. ഒരു ബുക്കിനെ കുറിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു റിവ്യൂ പോലെ കൊടുത്തിട്ടുണ്ട്. അഡ്വഞ്ചർ അവൈറ്റ് ഇൻ ഗളിവേഴ്സ് ട്രാവൽ is a great book. It is written by Jonathan Swift. It is about a man named Gulliver who goes on amazing
on amazing adventures to different lands. He meets tiny people and giant people. It's really fun to read. ഇപ്പോൾ ഗള്ളിവേഴ്സ് ട്രാവൽ എന്നുള്ള ഫേമസ് ആയിട്ട് ബുക്കിനെ കുറിച്ചുള്ള ചെറിയൊരു റിവ്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തപ്പോൾ പരസ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ന്യൂസ് പേപ്പറിലൊക്കെ പരസ്യം ധാരാളം പരസ്യങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ? അതുപോലെ ഒരു പരസ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു അഡ്വർടൈസ്മെന്റ് ആണത്. ഗെറ്റ് ദ കൂളസ്റ്റ് ഹാറ്റ്, സ്റ്റൈലിഷ് ആൻഡ് കംഫർട്ടബിൾ മഞ്ച്കിൻ ഹാറ്റ് അല്ലേ? ഹാറ്റിന് 50% ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ? പിന്നെന്താ വെതർ, കാലാവസ്ഥയെ കുറിച്ചിട്ടാണ് അടുത്ത് കൊടുത്തിരിക്കുന്നത്. കാലാവസ്ഥ വെതർ അന്നത്തെ ദിവസത്തെ ടെമ്പറേച്ചർ എങ്ങനെയാണ്, മഴയ്ക്ക് സാധ്യതയുണ്ടോ എന്നൊക്കെ കണ്ടിട്ടില്ലേ പേപ്പറിൽ? അപ്പൊ അതാണ് ടുഡേസ് വെതർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. ടെമ്പറേച്ചർ, സ്കൈ, റെയിൻ, വിൻഡ്. നെക്സ്റ്റ് ക്രോസ് വേർഡ് പസിൽ. ചില ദിവസങ്ങളിൽ നമ്മൾ ന്യൂസ് പേപ്പറുകളിൽ ഇങ്ങനത്തെ പസിൽസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ? പസിൽസ് ഒക്കെ വരാറില്ലേ? അപ്പൊ അതുപോലെ ചെറിയൊരു പസിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മളത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ എക്രോസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇങ്ങനെ എഴുതുന്നത് എക്രോസും താഴോട്ട് എഴുതുന്നതാണ് ഡൗൺ. അപ്പൊ എന്താണ് ചോദ്യങ്ങൾ വായിച്ചു നോക്കാം. ഫസ്റ്റ് വൺ എക്രോസ് ആണ് എഴുതേണ്ടത്. ദ ബിഗ് ബ്രൈറ്റ് ബോൾ ഇൻ ദ സ്കൈ. എന്താണ്? ബിഗ് ആണ്, ബ്രൈറ്റ് ബോൾ, ആകാശത്ത് ഉണ്ടാവുന്ന ബിഗ് ബ്രൈറ്റ് ബോൾ ഏതാണ്? 3 ലെറ്റർ ആണുള്ളത് അല്ലെ? സൺ, SUN. സെക്കൻഡ് വൺ I am a color in the rainbow. റെയിൻബോയിലുള്ള ഒരു കളറാണ്. 6 ലെറ്റർ ആണുള്ളത് കേട്ടോ, 6 ലെറ്റർ. ഏതാണ്? നമ്മൾ അത് എഴുതാം, രണ്ടാമത്തെ എഴുതാം. അതിന് മുമ്പ് നമുക്ക് നാലാമത്തെ നോക്കാം. യു മേ, ഇവിടെയാണ് രണ്ടാമത്തെ എഴുതേണ്ടത്. നാലാമത്തെ യു മേ സീ മീ ഇൻ ഡിഫറെന്റ് ഷേപ്സ് ആൻഡ് കളേഴ്സ് ഐ ക്യാൻ കവർ. അപ്പൊ എവിടെ എന്താ പറയണത്? 5 ലെറ്റർ ആണുള്ളത് അല്ലെ? നമ്മൾ ഡിഫറെന്റ് ഷേപ്പിലും ഡിഫറെന്റ് ക്ലൗഡിലും ഡിഫറെന്റ് കളേഴ്സിലും കാണാൻ സാധിക്കും. എന്താണ്? നാലാമത്തെ ക്ലൗഡ്. അതേപോലെ അടുത്ത ഡൗൺ. ഹിയർ യു ക്യാൻ സീ സ്റ്റാർസ് അറ്റ് നൈറ്റ്. നമ്മുടെ നൈറ്റില് സ്റ്റാർസ് എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുക? സ്കൈ. നെക്സ്റ്റ് വൺ യു ക്യാൻ ഫീൽ ഇറ്റ് വെൻ ഇറ്റ് ബ്ലോ. വീശുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഏതായിരിക്കും? അപ്പൊ നമുക്ക് രണ്ടാമത്തെ ആൻസർ കിട്ടില്ലേ? വൈന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കളർ ഏതാ? യെല്ലോ ആണ്. യെല്ലോ. പിന്നെ നമുക്ക് ബ്ലോ ചെയ്യുന്ന സമയത്ത് ഫീൽ ചെയ്യാൻ പറ്റുന്നത് എന്താ? വിൻഡ്. കേട്ടോ, അപ്പൊ ആൻസർ കിട്ടി അല്ലേ ക്രോസ് വേർഡിന്റെ. നെക്സ്റ്റ് ആക്ടിവിറ്റി 14. സം സ്നാപ്ഷോട്ട്സ് ഫ്രം Munchkin Times are given below. Pick out suitable words from the brackets and fill in the blanks. ആൻസേഴ്സ് ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ന്യൂസ് പേപ്പറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുക? ന്യൂസ് പേപ്പറിന്റെ ടൈറ്റിൽ ഉണ്ടാവും, പിന്നെ ഓരോരോ വാർത്തകളുടെയും ഹെഡ്ലൈൻസ് ഉണ്ടാവും, ആ വാർത്തകൾ ഉണ്ടാവും അല്ലെ? പിന്നെ അഡ്വർടൈസ്മെന്റ്സ് ഉണ്ടാവും, പരസ്യങ്ങളാണ് അഡ്വർടൈസ്മെന്റ് പറയുന്നത്. പിന്നെ കാർട്ടൂൺസ് ഉണ്ടാവും, ക്രോസ് വേർഡ് പസിൽ ഇപ്പൊ ചെയ്ത പോലത്തെ ക്രോസ് വേർഡ് പസിൽസ് ഉണ്ടാവും. അങ്ങനെ ധാരാളം കാര്യങ്ങൾ അടങ്ങിയതാണ് എന്ത്? ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കുറച്ച് നമ്മുടെ കഴിഞ്ഞ നമ്മുടെ ആക്ടിവിറ്റി 13 കണ്ടിന്യൂ ആയിട്ടാണ് അടുത്ത ആക്ടിവിറ്റി വരുന്നത്. അപ്പൊ നമ്മുടെ മഞ്ച്കിൻ ടൈംസിലുള്ള ന്യൂസ് പേപ്പറിലെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് എന്താണെന്നാണ് എഴുതേണ്ടത്. ആൻസേഴ്സ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ മഞ്ച്കിൻ ടൈംസ്. ഇത് എന്താണിത്? ആ ന്യൂസ് പേപ്പറിന്റെ ടൈറ്റിലാണ് അല്ലെ? ആ പേപ്പറിന്റെ പേരാണ്. അപ്പൊ നമ്മൾ മലയാള മനോരമ അല്ലെങ്കിൽ മാതൃഭൂമി എന്നൊക്കെ പറയില്ലേ, അതാണ് ആ ന്യൂസ് പേപ്പറിന്റെ പേരാണ്. അപ്പൊ അതേപോലത്തെ നമ്മുടെ മഞ്ച്കിൻ ടൈംസ് എന്നുള്ളത് എന്താണ്? ന്യൂസ് പേപ്പറിന്റെ പേര്, ടൈറ്റിൽ ഓഫ് ദ ന്യൂസ് പേപ്പർ ആണ്. ഓക്കെ, അടുത്തത് ദ വിക്കഡ് വിച്ച് ഇസ് നോ മോർ, മഞ്ച്കിൻ ലാൻഡ് സെലിബ്രേറ്റ്. എന്താണ്? ഒരു വാർത്തയുടെ ഹെഡ്ലൈൻ ആണ് അല്ലെ? വാർത്തയുടെ ടൈറ്റിൽ എന്നല്ല, വാർത്തയുടെ ഹെഡ്ലൈൻ ആണത്. ഹെഡ്ലൈൻ. അടുത്തത് ഇവിടെ എന്താ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട്, ഇത് എന്താ? കാർട്ടൂൺ ആണ്. കാർട്ടൂൺ. നെക്സ്റ്റ് അഡ്വർടൈസ്മെന്റ്, പരസ്യമാണ്. അടുത്തത് ആക്ടിവിറ്റി 15. റീഡ് ദ ഫോളോയിങ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ആൻഡ് സെലക്ട് എ സ്യൂട്ടബിൾ ഹെഡ്ലൈൻ ഫ്രം ദ ഹെഡ്ലൈൻസ് ഗിവൺ ബിലോ. അപ്പൊ ഇവിടെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഈ റിപ്പോർട്ട് വായിച്ചിട്ട് ഇതിന് അനുയോജ്യമായിട്ടുള്ള ഹെഡ്ലൈൻ ഏതാണ്? ഇവിടെ 3 എണ്ണം തന്നിട്ടുണ്ട്. ഈ 3 എണ്ണത്തിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഹെഡ്ലൈൻ അത് ഇങ്ങോട്ട് എടുത്ത് എഴുതുക. നമുക്ക് അത് ന്യൂസ് പേപ്പർ ഈ റിപ്പോർട്ട് എന്താന്ന് വായിച്ചു നോക്കാം. Oz, May 21. Dorothy, the brave girl who killed the wicked witch, met the great wizard of Oz yesterday. She faced many challenges to reach the Emerald City where the wizard lived. She visited the wizard and requested him to help her reach home. അതായത് നമ്മുടെ ഡൊറോത്തി വിസാർഡിനെ കണ്ട കാര്യമാണ് അല്ലെ? എന്നിട്ട് ഹെൽപ്പ് ചോദിച്ച കാര്യമാണ് ഇവിടെ റിപ്പോർട്ടായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഹെഡ്ലൈൻ എന്തായിരിക്കും? നമ്മുടെ ഹെഡ്ലൈൻ, ഈ റിപ്പോർട്ടിന്റെ ഹെഡ്ലൈൻ എന്ത് വരും? The wicked witch welcomes Dorothy ആണോ വരിക? wicked witch, ആ മന്ത്രവാദി ഡൊറോത്തിനെ വെൽക്കം ചെയ്തു എന്നായിരിക്കും ഹെഡ്ലൈൻ വരിക. അങ്ങനെ സംഭവം ഇല്ല അല്ലെ? അപ്പൊ അതല്ല. അടുത്തത് മൂന്നാമത്തെ നോക്കൂ. The Munchkins leave the Munchkin land. മഞ്ച്കിൻസ് മഞ്ച്കിൻ ലാൻഡിൽ നിന്നും പോവുകയാണ്. ആണോ? അങ്ങനെ ഒരു സംഭവം ഇല്ല അല്ലെ കഥയില്? അപ്പൊ അതും അല്ല. ഫസ്റ്റ് ഇത് നോക്കൂ. ഫസ്റ്റ് ഹെഡ്ലൈൻ ഡൊറോത്തി മീറ്റ്സ് ദ ഗ്രേറ്റ് വിസാർഡ്. അപ്പൊ ഗ്രേറ്റ് വിസാർഡിനെ ഡൊറോത്തി കണ്ടു മീറ്റ് ചെയ്തു. അതാണ് ആൻസർ അല്ലെ? അപ്പൊ അതിങ്ങോട്ട് എഴുതുക. അടുത്തത് ആക്ടിവിറ്റി 16.
Here are some flowers from the land of the Munchkins. അപ്പോൾ land of the Munchkinsലെ കുറച്ച് ഫ്ലവേഴ്സിന്റെ പിക്ചർ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. കുറെ ഫ്ലവേഴ്സ് ഉണ്ട് അല്ലേ? Collect pictures of flowers and make an album. Write a short description also. One is done for you. അപ്പോൾ ഇതുപോലെ ഇവിടെ കുറച്ച് ഫ്ലവേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഫ്ലവർ ആൽബം ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഫ്ലവേഴ്സിന്റെ പിക്ചർ ഒട്ടിക്കുക, എന്നിട്ട് അതിന്റെ പേര് എഴുതിയിട്ട് അതിനെക്കുറിച്ച് ചെറിയൊരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ എഴുതുക. ഇവിടെ എഴുതിയിരിക്കുന്നുണ്ട് സൺഫ്ലവറിനെ കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടല്ലേ? അപ്പോൾ ഇതുപോലെ ചെറിയൊരു ഷോർട്ട് ആയിട്ടുള്ള ഒരു 4-5 സെന്റൻസ് വരുന്ന ഷോർട്ട് ഡിസ്ക്രിപ്ഷനും കൂടെ എഴുതുക. അങ്ങനെ ഒരു ഫ്ലവർ ആൽബം ഉണ്ടാക്കാനാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ സൺഫ്ലവറിനെ കുറിച്ചിട്ട് എന്താ? സൺഫ്ലവർ സൂര്യകാന്തി അല്ലേ? സൂര്യകാന്തിനെ കുറിച്ച് എന്താ പറയുന്നത്? ദിസ് ഈസ് എ സൺഫ്ലവർ. ഇറ്റ്സ് യെല്ലോ ഇൻ കളർ. ഇറ്റ് ബ്ലൂംസ് ഇൻ ദ മോർണിംഗ്. രാവിലെയാണ് അത് എന്ത് ചെയ്യുക? വിരിയുന്നത്. ഐ ലൈക്ക് ഇറ്റ്സ് ഫ്രാഗ്രൻസ്. എനിക്ക് അതിന്റെ മണം ഇഷ്ടമാണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് ഫ്ലവേഴ്സിന്റെ പിക്ചർ ഒട്ടിച്ചിട്ട് എന്ത് ചെയ്യുക? അതുപോലെ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ എഴുതുക. നമ്മളിവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഫ്ലവർ ആൽബം. ഇത് എല്ലാവർക്കും അറിയണ പൂവാണ് അല്ലേ? ഏത് പൂവാ ഇത്? റോസ് ആണ്. അപ്പോൾ നമ്മൾ റോസിന്റെ പേര് എഴുതുന്നു, അതിനെ കുറിച്ചിട്ട് എഴുതുക. ദിസ് ഈസ് എ റോസ്. ഇറ്റ് കംസ് ഇൻ ഡിഫറെന്റ് കളേഴ്സ് സച്ച് ആസ് റെഡ്, വൈറ്റ്, പിങ്ക്, യെല്ലോ എക്സെട്ര. ഇതിന് ഇന്ന കളർ, ഇപ്പൊ നമുക്ക് സൂര്യകാന്തിക്ക് ഇസ് യെല്ലോ ഇൻ കളർ എന്ന് പറഞ്ഞു അല്ലെ? മഞ്ഞ കളറാണ് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ റോസിന് ഇന്ന കളറാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പല കളറിലുണ്ട് അല്ലെ? നമുക്കറിയാം റെഡ് റോസ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്, യെല്ലോ ഉണ്ട്. അങ്ങനെ പല കളേഴ്സിൽ നമുക്ക് റോസ് കാണാൻ സാധിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ഇറ്റ് കംസ് ഇൻ ഡിഫറെന്റ് കളേഴ്സ് സച്ച് ആസ് റെഡ്, വൈറ്റ്, പിങ്ക്, യെല്ലോ എക്സെട്ര. ഇനി എന്താ? It have a pleasant fragrance. എങ്ങനത്തെ മണമാണ്? നല്ല മണമാണ് അല്ലേ? നല്ല മണമാണെന്ന് എഴുതാം. I like its fragrance. എനിക്ക് അതിന്റെ മണം വളരെയധികം ഇഷ്ടമാണ്. അതുപോലെ നമ്മൾ അടുത്ത വേറൊരു ഫ്ലവറിനെ കുറിച്ച് എഴുതാം. ഇത് ഏതാ? Hibiscus. This is a hibiscus. It comes in different colors such as red, white, pink, yellow, etc. ഇതും അതേപോലെ തന്നെ നമ്മുടെ ചെമ്പരത്തി അല്ലേ? ചെമ്പരത്തിയും ഒരു പ്രത്യേകിച്ച് ഇന്ന കളറാണെന്നില്ല, പല കളറിൽ നമുക്ക് കാണാൻ സാധിക്കും. വൈറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്, യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്, അപ്പൊ അങ്ങനെ റോസ് കളർ ഉണ്ട്. അപ്പൊ പല ടൈപ്പ് കളർ, പല നിറത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇറ്റ് ഹാസ് എ ബിഗ് പെറ്റൽ. അതിന്റെ ഇതളുകൾ, പെറ്റൽ എന്ന് വെച്ചാൽ ഇതളാണ്. അപ്പൊ ഇതളുകൾ എങ്ങനെയാണ്? നല്ല വലിയ ഇതളുകളാണ് അല്ലേ? ചെറിയ ഇതളുകൾ ഉള്ളതും ഉണ്ട്, പക്ഷെ സാധാരണ കാണുന്ന ചെമ്പരത്തി പൂക്കൾക്ക് വലിയ ഇതളുകളല്ലേ? അതേപോലെ ഇറ്റ് ബ്ലൂംസ് ഫോർ ഓൺലി 1 day. അതേപോലെ ഇത് വിരിഞ്ഞു നിൽക്കുന്നത് കുറേ ദിവസത്തേക്ക് നിൽക്കുമോ? അതായത് ഒരു പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ കുറേ ദിവസം അങ്ങനെ വാടാതെ നിൽക്കുമോ? ഇല്ല അല്ലെ? ഒറ്റ ദിവസം, അടുത്ത ദിവസം അത് വാടിയിട്ടുണ്ടാവും, പുതിയ പൂവായിരിക്കും അല്ലെ? അപ്പൊ അത് ഒരു ദിവസമായിരിക്കും ഒരു പൂവിന്റെ ആയുസ് എന്ന് പറയുന്നത്. അടുത്തത് ഇതേത് പൂവാണ്? ലോട്ടസ്, താമര. ദിസ് ഈസ് എ ലോട്ടസ്. ഇറ്റ് ഈസ് അവർ നാഷണൽ ഫ്ലവർ. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും അറിയില്ലേ ലോട്ടസ് എന്ന് പറയുന്നത് എന്താ? ലോട്ടസ് പ്രത്യേകത എന്താ? നമ്മുടെ നാഷണൽ ഫ്ലവർ ആണ് അല്ലേ ലോട്ടസ്. It is pink in color. It has a sweet fragrance. Next flower, ഏത് ഫ്ലവറാ? marigold അല്ലേ? marigold, ചെണ്ടുമല്ലി എന്നൊക്കെ നമ്മൾ പറയും, ചില ഭാഗങ്ങളിൽ ചെണ്ടുമല്ലി എന്നൊക്കെ പറയും. This is marigold. It is orange and yellow in color. വേറെ ഏതെങ്കിലും കളർ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ നമ്മൾ ഓറഞ്ചും യെല്ലോയും ആണ് സാധാരണ ഈ പൂവ് കാണുന്നത്. It is orange and yellow in color. It blooms in winter. Winter സീസണിലാണ് ഇത് കൂടുതലായിട്ട് പൂക്കുക. It has nice fragrance. ഓക്കെ, അപ്പൊ മേരിഗോൾഡിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് അറിയുന്ന പൂക്കളുടെ പിക്ചറും അതുപോലെ ഷോർട്ട് ഡിസ്ക്രിപ്ഷനും ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുക? ഒരു ഫ്ലവർ ആൽബം ക്രിയേറ്റ് ചെയ്യുക. അടുത്ത ലാസ്റ്റ് സെക്ഷനിലേക്ക് എത്തുകയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ. റീഡ് ആൻഡ് റീജോയ്സ്. അറിയില്ലേ? റീഡ് ആൻഡ് റീജോയ്സ് നമുക്ക് ചെറിയൊരു സ്റ്റോറി തന്നിട്ടുണ്ടല്ലേ? നമുക്ക് വായിച്ചു നോക്കാം. ദ ബിയർ ആൻഡ് ദ ബ്രേവ് ഗേൾ. അപ്പൊ ബ്രേവ് ഗേൾ എന്ന് വെച്ചാൽ എന്താ? നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ് അല്ലെ? സാമർത്ഥ്യമുള്ള കുട്ടി എന്നൊക്കെ പറയും. അപ്പൊ ബിയർ എന്ന് വെച്ചാൽ എന്താ? കരടി. അപ്പൊ കരടിയുടെയും ഒരു പെൺകുട്ടിയുടെയും കഥയാണ്. അപ്പൊ നമുക്ക് കഥ എന്താന്ന് വായിച്ചു നോക്കാം. ദയ went to the jungle to collect firewood. അപ്പൊ ഈ കുട്ടിയുടെ പേരാണ് ദയ. ദയ കാട്ടിലേക്ക് പോവുകയാണ്. എന്തിനാ കാട്ടിൽ പോകുന്നത്? കത്തിക്കാനുള്ള വിറകൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്, വിറക് കൊണ്ടുവരാൻ വേണ്ടി, ഫയർവുഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജംഗിളിൽ പോകുന്നത്, കാട്ടിൽ പോകുന്നത്. അപ്പൊ എന്താ പറയുന്നത് നോക്കൂ, ദയ എന്താ പറയണത്? എ ഹട്ട് ഇൻ ദ ജംഗിൾ. ഹൂ ഇസ് ഇൻസൈഡ്? ലെറ്റ് മീ സീ. അപ്പോഴാണ് നമ്മുടെ ദയ എന്ത് കാണുന്നത്? കാട്ടിന്റെ ഉള്ളിൽ ഒരു ഹട്ട്, ഒരു ചെറിയൊരു വീട് അല്ലെങ്കിൽ ഒരു കുടിൽ കാണുന്നു. അപ്പൊ അവൾ ചിന്തിക്കുകയാണ്. അവൾ എന്താ പറയുന്നത്? ഹൂ ഇസ് ഇൻസൈഡ്? ആരാണ് അകത്ത്? പോയി നോക്കാം. നമ്മുടെ ദയ ആ ഹട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഹട്ടിന്റെ അകത്ത് പോയി. അപ്പോഴാണ് ഹട്ടിൽ ആരുണ്ടായിരുന്നത്? ഒരു കരടിയാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു ബിയർ ഉണ്ടായിരുന്നത്. ബിയർ നമ്മുടെ ദയയെ കണ്ടു. ബിയർ എന്താ ചോദിക്കുന്നത്? ഹു ആർ യു? വൈ ആർ യു ഹിയർ? ആരാ നീ? എന്തിനാ ഇവിടെ വന്നത് എന്ന് നമ്മുടെ കരടി ചോദിച്ചു. അപ്പൊ ദയ എന്ത് പറയാണ്? ഐ ആം സോറി, ഐ ലൂസ്ഡ് മൈ വേ. അപ്പൊ സോറി പറയണല്ലേ? നമ്മൾ ചോദിക്കേണ്ട ഒരു വീട്ടിലേക്ക് പോയത് കൊണ്ട് ദയ സോറി പറഞ്ഞിട്ട് എന്ത് പറയണം? എനിക്ക് വഴി തെറ്റിപ്പോയി, അത് കാട്ടിന്റെ അകത്ത് വഴി തെറ്റിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ ബിയർ എന്ത് പറയണത്? വെൽ, I was in search of a cook. You are my cook from today onwards. അപ്പൊ നമ്മുടെ ദയ എന്ത് പറഞ്ഞു? Oh, please let me go. My grandma is alone at home.
നമ്മുടെ കരടി പറഞ്ഞു നമ്മുടെ ദയ വഴി തെറ്റിപ്പോയി, കാട്ടിൽ വഴി തെറ്റിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കരടി എന്താ പറയണത്? നന്നായി, ഐ വാസ് ഇൻ സെർച്ച് ഓഫ് എ കുക്ക്, ഞാനൊരു കുക്കിനെ അല്ലെ, പാചകക്കാരനെ അല്ലെങ്കിൽ കുക്കിനെ അന്വേഷിക്കുകയാണ്. യു ആർ മൈ കുക്ക് ഫ്രം ടുഡേ ഓൺവേഴ്സ്, ഇന്ന് തൊട്ട് നീയാണ് എന്റെ കുക്ക് എന്ന് പറഞ്ഞു കരടി. അപ്പൊ ദയ എന്ത് പറയാണ്? അയ്യോ എന്നെ പോകാൻ അനുവദിക്കണേ, എന്റെ മുത്തശ്ശി വീട്ടിൽ തനിച്ചാണെന്നൊക്കെ നമ്മുടെ ദയ പറയുകയാണ്. പക്ഷെ കരടി സമ്മതിച്ചോ? ഇല്ല. കരടി എന്താ പറയണത്? ബിയർ എന്ത് പറഞ്ഞു? നോ നോ, ഗോ ടു ദ കിച്ചൺ ആൻഡ് മേക്ക് മീ സം കേക്ക്സ്. പറ്റില്ല, പോവാൻ പറ്റില്ല, നീ അടുക്കളയിൽ പോയിട്ട് എനിക്ക് കുറച്ച് കേക്കുകൾ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറയാണ്. അപ്പൊ നമ്മുടെ ദയ എന്താ ചിന്തിക്കുന്നത്? Oh, I am trapped. I must play a trick to save myself. അപ്പൊ എന്താ പറയുക? ഞാൻ പെട്ടുപോയി അല്ലെ, പെട്ടുപോയി. അപ്പൊ എന്തെങ്കിലും ഒരു ട്രിക്ക് കാണിക്കണം, രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു ട്രിക്ക് കാണിക്കണം, നമ്മുടെ ദയ ചിന്തിക്കുകയാണ്. അടുത്ത എന്താ സംഭവിച്ചത്? ദയ ബേക്ക്ഡ് സം കേക്ക്സ്. The bear enjoyed the delicious cake. അപ്പൊ ദയ നമ്മുടെ ബിയർ പറഞ്ഞ പോലെ തന്നെ നല്ല കേക്ക് ഒക്കെ ഉണ്ടാക്കി കൊടുത്തു. നല്ല സ്വാദിഷ്ടമായ കേക്ക് നമ്മുടെ കരടിക്ക് ഒരുപാട് ഇഷ്ടമായി, ബിയറിന് ഒരുപാട് ഇഷ്ടമായി. എന്നിട്ട് ദയ എന്താ പറയണത്? പ്ലീസ് ലെറ്റ് മീ ഗോ ഹോം ആൻഡ് ഗീവ് ദിസ് കേക്ക് ടു മൈ ഗ്രാൻഡ്മ. അപ്പൊ ദയ വീണ്ടും ചോദിക്കുകയല്ലേ, ഞാൻ വീട്ടിൽ പോയിക്കോട്ടെ, എന്റെ മുത്തശ്ശി ഈ കേക്ക് കൊടുക്കാൻ ഞാൻ വീട്ടിൽ പോയിക്കോട്ടെ എന്ന് ദയ ചോദിക്കുകയാണ് കേട്ടോ. അപ്പൊ കരടി എന്ത് പറഞ്ഞു? ബിയർ പറഞ്ഞു, ആഹാ, ഡോണ്ട് ട്രൈ ടു ഫൂൾ മീ, ഐ വിൽ ടേക്ക് ഇറ്റ് ടു യുവർ ഗ്രാൻഡ്മ, പാക്ക് ഇറ്റ്. അപ്പൊ എന്ത് പറയും കരടി? ഇല്ലില്ല അല്ലെ, നമ്മുടെ കരടിക്ക് മനസ്സിലായി അങ്ങനെ പോയാലോ, അങ്ങനെ രക്ഷപ്പെട്ടു പോയാലോ എന്ന് കരുതിയിട്ട് കരടി പറയുകയാണ്, ഡോണ്ട് ട്രൈ ടു ഫൂൾ മീ, എന്നെ വിഡ്ഢിയാക്കാൻ നോക്കണ്ട, ഐ വിൽ ടേക്ക് ഇറ്റ് ടു യുവർ ഗ്രാൻഡ്മ, ഞാനിത് കൊണ്ടുപോയിട്ട് നിന്റെ ഗ്രാൻഡ്മയ്ക്ക് കൊടുക്കാം, പാക്ക് ചെയ്യാൻ പറയുകയാണ്. അപ്പോഴാണ് നമ്മുടെ ദയ എന്താ ചിന്തിക്കുന്നത്? ഓ ഐഡിയ, ഐ വിൽ ഹൈഡ് ഇൻസൈഡ് ദ ഹാമ്പർ. അപ്പൊ ഈ കൊട്ടയില്ലേ, ഇതാണ്. അപ്പൊ ഐ വിൽ ഹൈഡ് ഇൻസൈഡ് ദ ഹാമ്പർ, ഇതിനകത്ത് ഒളിച്ചിരിക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മുടെ ദയ എന്ത് പറയാണ്? ഓക്കെ. അങ്ങനെ കണ്ടോ, ഹാമ്പറിനകത്ത് ആര് കയറി? ദയ കയറി ഒളിച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ബിയറിന് മനസ്സിലായിട്ടില്ല അത് ദയയാണെന്ന്. ദ ബിയർ എൻറ്റർ ദ വില്ലേജ്. അങ്ങനെ ബിയർ ആ ഹാമ്പറും കൊണ്ട് എവിടേക്ക് വരികയാണ്? വില്ലേജിലോട്ട് വരികയാണ്, കേക്ക് കൊടുക്കാൻ വരികയാണ്. അപ്പോഴാണ് അവിടെ ആരുള്ളത്? ഡോഗ്സ് ഉള്ളത് അല്ലെ, ഡോഗ്സ് ഉണ്ട്. ഓ ഡോഗ്സ്. അങ്ങനെ ഡോഗ്സ് ബിയറിനെ കണ്ട് കുരയ്ക്കാൻ തുടങ്ങി, ബാർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ കരടി എന്ത് ചെയ്തു? ദ ബിയർ വാസ് അഫ്രൈഡ്, ഇറ്റ് പുട്ട് ദ ഹാമ്പർ there and run away. Daya came out of the hamper. ആഹാ, മൈ ട്രിക്ക് വർക്ക്ഡ്. അപ്പൊ നായ്ക്കളെ പേടിച്ചിട്ട്, ഡോഗ്സിനെ പേടിച്ച് കരടി എന്ത് ചെയ്തു? ആ ഹാമ്പർ അവിടെ ഇട്ടിട്ട് ഓടി രക്ഷപ്പെട്ടു. ദയ അതിനകത്തുള്ള കാര്യം ബിയർ ഒട്ടും അറിഞ്ഞതുമില്ല. അങ്ങനെ നമ്മുടെ ദയ രക്ഷപ്പെട്ടു. ദയയുടെ ഐഡിയ എന്തായി? വർക്കൗട്ട് ആയി അല്ലെ, ദയയുടെ ഐഡിയ ഫലിച്ചു. ഇതാണ് നമ്മുടെ കഥ. എങ്ങനെയുണ്ട് സ്റ്റോറി? ഇഷ്ടമായോ? അടുത്തത് ആക്ടിവിറ്റി 17 ആണ്. റീകാസ്റ്റ് സ്റ്റോറി ഇൻ മൈ വേർഡ്സ്. നമ്മുടെ ഡൊറോത്തിയുടെ സ്റ്റോറി എന്ത് ചെയ്യുക? നമ്മുടെ ഓൺ വേർഡ്സിലോട്ട് എഴുതുക. ചെറുതാക്കിയിട്ട് എന്ത് ചെയ്യുക? ഒരു നറേഷൻ എഴുതുക. നറേറ്റ് ദ സ്റ്റോറി ഇൻ യുവർ വേർഡ്സ്. യു മേ ഡ്രോ ഇൻ സ്യൂട്ടബിൾ പിക്ചേഴ്സും വരയ്ക്കാം. Dorothy, a little girl, lived in a small wooden house with her uncle and aunt. നമ്മുടെ അതേ സ്റ്റോറി തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് ചുരുക്കി നമ്മുടെ സ്വന്തം വേർഡ്സിൽ നറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. When the wind blew hard, Dorothy's family took shelter in the cellar of their house. On a cloudy day, Dorothy was playing with her pet dog Toto. Suddenly, a storm arrived. Her uncle called Dorothy. Dorothy ran towards the cellar, but Toto ran to the house and hid under a cot. The house began to shake. Dorothy was frightened. The storm lifted the house from the ground. Toto became afraid. Dorothy trembled with fear. The house landed somewhere. She came out with Toto. Dorothy saw some strange people coming towards them. They wore hats with tiny bats. They are munchkins, and that is their land. They said Dorothy saved them. She was confused. She became their hero because her house landed above Wicked Witch and she died. The Munchkin became free because they are slaves. They start to celebrate the freedom. They begin to dance. Dorothy seeks help from Munchkin to go back to her village. But the Munchkins are unable to help Dorothy. They told a solution to her problem. One of the old Munchkins said that Wizard of the Oz can help you. Dorothy and Toto reached the Wizard's palace. Wizard helped Dorothy. Wizard waved his magic wand. The house appeared. Dorothy and Toto get into the house. It began to fly. Finally, the house landed on her village. She met her uncle and aunt. Dorothy and Toto became very happy. നമ്മൾ അതേ സ്റ്റോറിനെ നമ്മൾ എന്ത് ചെയ്യണം? നറേറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. അടുത്തത് നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റി 13.
ഒബ്സർവ് ദ പിക്ചേഴ്സ് റൈറ്റ് എ സ്റ്റോറി ഇൻ മൈ ക്രിയേറ്റീവ് സ്പേസ്. അപ്പൊ നമ്മുടെ ക്രിയേറ്റീവ് സ്പേസ് എല്ലാവർക്കും അറിയാം അല്ലേ, നമ്മുടെ ക്രിയേറ്റീവ് സ്പേസ് എന്താന്നുള്ളത് നമ്മുടെ സ്റ്റോറി എഴുതുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായില്ലേ, നമ്മൾ പ്രീവിയസിലെ മൂന്ന് യൂണിറ്റുകളിലും ഇതേപോലെ നമ്മൾ സ്വന്തമായിട്ട് എന്തുണ്ടാക്കിയ സ്റ്റോറീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് സ്റ്റോറി ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ അറിയുന്നില്ലേ. അപ്പൊ ഇവിടെ ഈ പിക്ചർ നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ എന്താ ചിത്രത്തിൽ എന്താ കാണുന്നത്, ചിത്രത്തിൽ എന്താ കാണുന്നത്, ഒരു അമ്മൂമ്മ അല്ലെ, ഒരു അമ്മൂമ്മ 2 കുടത്തിലും വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. അതിൽ ഒരു കുടത്തിൽ എന്തുണ്ട്, ഓട്ടയുണ്ട്. അപ്പൊ നോക്കുക, ഓട്ടയുള്ള കുടം കൊണ്ട് പോകുന്ന വഴിയിലൊക്കെ എന്തുണ്ടാവുകയാണ്, പൂക്കളൊക്കെ ഉണ്ടാവുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ഓട്ടയുള്ള കുടത്തിനെ നോക്കിയിട്ട് നല്ല കുടം, ഓട്ടയൊന്നും ഇല്ലാത്ത നല്ല കുടം കളിയാക്കുകയാണ് കേട്ടോ. അത് കണ്ട് ആ കുടം കരയുന്നുണ്ട് കണ്ടോ, ഓട്ടയുള്ള കുടം കരയാണ്. അപ്പൊ മുത്തശ്ശി കൊണ്ടുപോയിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ആ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഭാഗത്ത് കണ്ടോ, ആ ഓട്ടയുള്ള കുടം കാരണമാണ് അവിടെ എന്ത് വിരിഞ്ഞത്, പൂക്കളൊക്കെ വിരിഞ്ഞത് അല്ലെ. ആ വെള്ളം വീണിട്ടാണ് അവിടെ പൂക്കളൊക്കെ വിരിഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതാണ് മൊത്തത്തിൽ നമുക്ക് പിക്ചർ കാണുമ്പോൾ തോന്നുന്നത് അല്ലെ. ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ചെറിയൊരു സ്റ്റോറി ഉണ്ടാക്കിയിരിക്കുകയാണ്. സ്റ്റോറിയുടെ പേര് ദ ക്രാക്ക്ഡ് പോട്ട്. ജാനു ഗ്രാൻഡ്മ lives in വേലക്കര വില്ലേജ്. ഷീ lives alone in her house. അപ്പൊ നമ്മുടെ അമ്മൂമ്മയ്ക്ക് പേരിട്ടിരിക്കുന്നത് ജാനു എന്നാണ് കേട്ടോ. ജാനു അമ്മൂമ്മ വേലക്കര എന്നുള്ള ഒരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. ഷീ lives alone in her house. അവര് വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. She used to fetch water from the nearby stream. അപ്പൊ അവരെന്ത് ചെയ്യാണ്, വെള്ളം എടുക്കാൻ അടുത്തുള്ള അരുവിയിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. ഷീ ക്യാരിഡ് 2 pots. വൺ ഓഫ് ദ പോട്ട് ഹാഡ് എ ക്രാക്ക്. അതിനായി 2 പോട്ടുകൾ കൊണ്ടുപോകും. അല്ല, ഒരു പോട്ട് ചെറുതായിട്ട് ക്രാക്ക് ആയിട്ട് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇൻ ഇറ്റ് വൈൽ ദ അതർ പോട്ട് വാസ് പെർഫെക്റ്റ് ആൻഡ് ഓൾവേസ് ഡെലിവർഡ് എ ഫുൾ പോർഷൻ ഓഫ് വാട്ടർ. അടുത്ത പോട്ട് ഒരു പൊട്ടലൊന്നുമില്ല, പെർഫെക്റ്റ് ആണ്, അത് എത്ര വെള്ളം ഫുൾ പോർഷൻ ഓഫ് വാട്ടർ കൊണ്ടുവരും. At the end of the long walk from the stream to the house, the cracked pot arrived only half full. അപ്പോൾ തിരിച്ചുള്ള നടത്തം, വെള്ളം കൊണ്ട് വരുന്ന സമയത്ത് അരുവിയിൽ നിന്ന് തിരിച്ച് വീട് വരയ്ക്കുള്ള വരുന്ന സമയത്ത് ക്രാക്ക്ഡ് പോട്ടിൽ എത്ര വെള്ളം ആവുള്ളൂ, വെള്ളമൊക്കെ പോയിട്ട് ഹാഫ് വെള്ളം പോവും, ബാക്കി പകുതിയേ കിട്ടുള്ളൂ. The perfect pot was proud of its accomplishment. എന്ന് വെച്ചാൽ ആ പെർഫെക്റ്റ് പോട്ട് അതുകൊണ്ട് തന്നെ വളരെ പ്രൗഡാണ്. ഞാൻ എത്ര വെള്ളം എന്നിൽ നിറച്ചാലും അത് കംപ്ലീറ്റ് ആയിട്ട് എന്നെ കൊണ്ട് കൊണ്ടുവരാൻ സാധിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള പോട്ട്, പെർഫെക്റ്റ് ആയിട്ടുള്ള കുടത്തിന് ഒരുപാട് എന്തായി, അഹങ്കാരമായിരുന്നു. But the poor cracked pot was ashamed of its own imperfection. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കളിയാക്കും, നമ്മുടെ പെർഫെക്റ്റ് പോട്ട് ക്രാക്ക്ഡ് പോട്ട് നോക്കി കളിയാക്കും. അതുകൊണ്ട് നമ്മുടെ ക്രാക്ക്ഡ് പോട്ടിന് ഭയങ്കര അധികം നാണക്കേടായി, വിഷമം, ഒരുപാട് സങ്കടമൊക്കെ ആയി. The cracked pot thought that it in his failure and it spoke to grandma. Grandma replied that, did you notice that there are flowers on your side of the path but not the other pot side? That's because I have always known about your flow, so I planted flower seeds on your side of path, and every day while we walk back from the stream, you water them. Each of us has our own unique flow, but its cracks and flows we each have that make our lives together so very interesting and rewarding. അപ്പൊ എന്ത് പറഞ്ഞു, അപ്പൊ നമ്മുടെ ക്രാക്ക്ഡ് പോട്ടിന് സങ്കടമായിട്ട് ക്രാക്ക്ഡ് പോട്ട് ഗ്രാൻഡ്മയോട് പറയുകയാണ് കേട്ടോ. ഗ്രാൻഡ്മയോട് സങ്കടം പറഞ്ഞു. എന്താണ്, അപ്പൊ ഗ്രാൻഡ്മ എന്ത് പറയുകയാണ്, നീ ശ്രദ്ധിച്ചിട്ടില്ലേ, നിന്നെയും കൊണ്ട് വരുന്ന ഭാഗത്ത് ആ സൈഡിലായിട്ട് നിറയെ പൂക്കൾ പൂത്ത് നിൽക്കുന്നത് നീ കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചു. അത് എന്തുകൊണ്ടാണ്, നിന്റെ ആ ഓട്ടയിലൂടെ ആ ഹോളിലൂടെ വെള്ളം പോകുന്നത് കണ്ടപ്പോ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് വിത്തുകൾ അവിടെ ഇട്ടു, ഫ്ലവർ സീഡ്സ് ഇട്ടു. അത് ഡെയിലി നീയാണ് എന്ത് ചെയ്യുന്നത്, വാട്ടർ ചെയ്ത് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ എന്തുണ്ട്, ഓരോരുത്തർക്കും അവരവരുടേതായ എന്തുണ്ടാവും, കഴിവുകൾ ഉണ്ടാവും. After hearing these words from grandma, the cracked pot became very happy. അപ്പൊ നീ കാരണമാണ് അവിടെ എന്തുണ്ടായത്, ഒരു മനോഹരമായിട്ടുള്ള ഗാർഡൻ ഉണ്ടായെന്നൊക്കെ നമ്മുടെ മുത്തശ്ശി പറഞ്ഞു. അങ്ങനെ നമ്മുടെ ക്രാക്ക്ഡ് പോട്ടിന് ഒരുപാട് സന്തോഷമായി. ഇതാണ് കഥ. ഇതുപോലെ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സ്വന്തമായി ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു സ്റ്റോറി ഇവിടെ ക്രിയേറ്റീവ് സ്പേസിൽ എഴുതുക. അടുത്തത് ആക്ടിവിറ്റി 19 ഡിജി ടാസ്ക് ആണ്. അത് എല്ലാവർക്കും അറിയാലോ, വീഡിയോ ക്ലിപ്പും ഓഡിയോ ഡയറി ഉണ്ടാക്കാനാണ്. നിങ്ങൾ ടീച്ചർ പറയുന്ന പോലെ ചെയ്യുക. വീഡിയോ ക്ലിപ്പ് എന്തുണ്ടാക്കാനാണ് പറയുന്നത്, ഹാവ് യു ഗോൺ ഫോർ എ ട്രിപ്പ്, നറേറ്റ് യുവർ ട്രാവൽ എക്സ്പീരിയൻസ് ആൻഡ് പ്രിപ്പയർ എ വീഡിയോ ക്ലിപ്പ്, സെൻഡ് ഇറ്റ് ടു യുവർ ടീച്ചർ. നിങ്ങൾ ടീച്ചർ പറയുന്ന പോലെ ചെയ്യുക. ട്രാവൽ എക്സ്പീരിയൻസ് ഒരു വീഡിയോ ക്ലിപ്പ് പോലെ, എവിടെയെങ്കിലും യാത്ര പോയൊരു ട്രാവൽ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നത്.
ഓഡിയോ ഡയറി വന്നിട്ട് റെക്കോർഡഡ് ഓഡിയോ വേരിയസ് സൗണ്ട്സ് ഇൻ നേച്ചർ സച്ച് as the chirping of birds, rain, swaying of trees, etc. Send it to your teacher along with your voice over. അപ്പോൾ ഒരു ഓഡിയോ ഡയറി ഉണ്ടാക്കുക പറയുന്നത് നമ്മളിവിടെ വേരിയസ് നമ്മുടെ നേച്ചർ പ്രകൃതിയിലെ ചില സൗണ്ടുകൾ റെക്കോർഡ് ചെയ്യാനാണ് പറയുന്നത്. അതായത് എന്തൊക്കെയാ, ബേർഡ്സിന്റെ ശബ്ദങ്ങൾ, മഴയുടെ, അതുപോലെ മരങ്ങൾ ഇളകുന്ന ശബ്ദം, അങ്ങനത്തെയൊക്കെ റെക്കോർഡ് ചെയ്യാന്നാ പറയുന്നത്. ഓഡിയോ ഡയറി ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നത് ക്ലാസ്സിൽ ടീച്ചർ പറയുമ്പോൾ ചെയ്യുക. അപ്പൊ നമ്മുടെ 19 ആക്ടിവിറ്റീസ് ആണ് നമ്മുടെ 4ാമത്തെ യൂണിറ്റിലുള്ളത്. എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അപ്പൊ നമ്മുടെ 19 ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ എല്ലാ കൂട്ടുകാരും ക്ലാസ് ഇഷ്ടമായെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്